ഇപ്പൊ ഈ രാത്രിയിൽ പൃഥ്വി പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും. അതെ, അല്ലെങ്കിൽ അശ്വത് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു വെച്ച് അവൻ ഇങ്ങനെ പോവില്ല. എന്തായാലും അവൻ പോയത് എവിടേക്കാണെന്ന് പോയി നോക്കാം. ഒരുപക്ഷെ അവന്റെ ഈ യാത്ര മേനോന്റെ അടുത്തേക്കാണെങ്കിലോ? ആ, അതിനുള്ള സാധ്യതയുണ്ട്. കിരൺ വാ, നമുക്ക് അവനെ ഫോളോ ചെയ്യാം. ശരി. നിന്നേ ഒരു സെക്കൻഡ്. എങ്ങോട്ടാ രണ്ടുപേരും കൂടി? ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങിയതാ. ഓ, ഐസ്ക്രീം കഴിക്കാൻ പോവായിരിക്കും അല്ലേ? ഞങ്ങള് വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. രണ്ടാൾക്കും രാത്രി പുറത്തിറങ്ങുന്ന വലിയ താല്പര്യം തോന്നല്ലോ. അങ്ങനെയൊന്നുമില്ല. അല്ല, നീ ഇതെങ്ങോട്ടാ? ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ, ഇവർക്ക് രണ്ടുപേർക്ക് രാത്രിയായി വീട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ല. ആ, രാത്രി ഓരോ കാര്യം പറഞ്ഞങ്ങ് പുറത്തോട്ട് പോകും. അതിവർക്ക് പണ്ടേ ഉള്ള ശീലമാ. ആണോ? രണ്ടും കൂടി ഒളിച്ച് കല്യാണം കഴിക്കുന്നതിന് മുൻപും ഇത് പതിവായിരുന്നു. അതൊന്നും ഇവിടെ നടക്കത്തില്ല ഏട്ടാ. ഈ വീട്ടിൽ നിന്ന് പോയി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അതിന്റെ ഉത്തരവാദിത്തം ഞങ്ങൾ കൂടിയാ. അതെന്താ ചെറിയച്ചാ, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ആവശ്യങ്ങൾ ഉണ്ടായിക്കൂടാന്നില്ലല്ലോ. ഓ, ഇവിടെ താമസിക്കുന്നു എന്ന് കരുതി ഞങ്ങൾ ആരുടെ അടിമകളൊന്നും അല്ലല്ലോ. കിരൺ വേണ്ട. ആഹാ, നിനക്ക് ഇത്രയ്ക്കൊക്കെ സംസാരിക്കാറിയല്ലേ? അയ്യോ, അല്ലെങ്കിലും നന്ദികേട് കാണിക്കാൻ ഇവരെ കഴിഞ്ഞ ആളുകളുള്ളൂ. പാല് കൊടുക്കുന്ന കൈക്ക് കൊത്തുന്നേനാ ഇവര്. ആ, അതെ, ഇപ്പൊ എനിക്ക് മനസ്സിലായി. ആ, ഇല്ലെങ്കിൽ അവൻ ഇപ്പൊ എന്നെ ചോദ്യം ചെയ്യാൻ വരുമോ? അതെ അതെ. കിരൺ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. രണ്ടുപേരുടെ ഉദ്ദേശം ഞങ്ങൾക്ക് മനസ്സിലായി ഇല്ലയോ സോദി? ഇവറ്റകളുടെ സ്വഭാവം എനിക്ക് പണ്ടേ മനസ്സിലായതാ. എടി ദുർഗെ, അഷിമോൾക്ക് നല്ല കാലുവേദനയുണ്ട്. നീ പോയിട്ട് കാല് മുക്കി വെക്കാൻ കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്ക്. എന്താ, നിന്റെ കെട്ടിയവന്റെ അനുവാദം ഉണ്ടെങ്കിലേ നിനക്ക് ചെയ്യാൻ പറ്റുള്ളോ? പോയി എടുത്തു വെക്കടി അങ്ങോട്ട്. പോ അങ്ങോട്ട്. നന്നായി വസുമതി, ഇങ്ങനെയൊക്കെ വേണം ഇവറ്റകളെ ഡീൽ ചെയ്യാൻ. അവളുടെ വിളച്ചിലൊന്നേ എന്റെ അടുത്ത് നടക്കില്ല. പിന്നെ വസുമതി വന്നിട്ടൊന്ന് വിശ്വമായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. അയ്യോ, നിങ്ങൾക്കൊക്കെ ഒരുപാട് തിരക്കുള്ളതല്ലേ, അതൊക്കെ എനിക്ക് മനസ്സിലാവും. സത്യം പറയാലോ, ഈ വീടിന്റെ ഐശ്വര്യ റാണിയാണ് നിങ്ങൾ അഷിമോള്. ഇപ്പെന്താ നമ്മുടെ ഈ ഇന്ദ്രപ്രസ്ഥത്തിന് അവളിലൂടെ ഒരു അനന്തരാവകാശം കിട്ടാൻ പോവാണ്. ഓ, എല്ലാ ഈശ്വര അനുഗ്രഹം, അല്ലാതെ എന്തു പറയാനാ. പിന്നെ ഒരു കാര്യമുണ്ട്, എന്റെ മോളെ എവിടെ ചെന്ന് കയറിയാലും അവിടെ ഐശ്വര്യം വരും. അതങ്ങനെയാ. അത് പിന്നെ അങ്ങനല്ലേ വരൂ. അഷിതയുടെ സ്വഭാവ ഗുണത്തിന്റെ സർവ ക്രെഡിറ്റും ഈ നിൽക്കുന്ന വസുമതിക്ക് തന്നെയാ. അമ്മ നല്ല രീതിയിൽ വളർത്തിയതിന്റെ എല്ലാ ഗുണങ്ങളും അഷിതമൊക്കെയുണ്ട്. ഇങ്ങേരിത് എന്താ അവരോട് സംസാരിക്കുന്നത്? അല്ലെങ്കിലും ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടാ മതി അയാളുടെ തനിനിറം പുറത്തു വരാൻ. ഇങ്ങ് വരട്ടെ. വസുമതി ഒന്ന് നിന്നേ.